പാനൂരിലെ ബോംബ് നിർമ്മാണം രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. സിപിഎം മുന്നോട്ട് വെച്ച ന്യായങ്ങളെല്ലാം പൊളിയല്ലേ സന്ദീപ്? രാഷ്ട്രീയ എതിരാളികളെ എന്ന് മാത്രമല്ല റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്, ആ രാഷ്ട്രീയ എതിരാളി ആരാണെന്ന കാര്യം കൂടി റിമാൻഡ് റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ആ പ്രദേശത്തെ RSS പ്രവർത്തകരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പാനൂരിൽ CPM-ന്റെ ഗുണ്ടാ സംഘം ബോംബ് നിർമ്മാണം നടത്തിയതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. രാഷ്ട്രീയ എതിരാളികൾ എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ ലക്ഷ്യം വെച്ചിട്ടല്ല അവർ അത്തരത്തിൽ ബോംബ് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ഇപ്പൊ കോൺഗ്രസും UDF-ഉം പ്രചരണം നടത്തുന്നത് അത് അവരുടെ പ്രചരണത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നുള്ളതാണല്ലോ. അങ്ങനെയല്ല, മറിച്ച് ദീർഘകാലമായി സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന പാനൂരും പരിസര പ്രദേശങ്ങളിലും അശാന്തി വിതയ്ക്കാൻ വേണ്ടിയിട്ടും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയും ലക്ഷ്യമാക്കിക്കൊണ്ട് RSS-ന്റെ പ്രവർത്തകർക്കെതിരായി ആക്രമണം നടത്താനായിരുന്നു CPM ഗുണ്ടാ സംഘത്തിന്റെ പദ്ധതി എന്ന് കേരള പോലീസിന്റെ തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുകയാണ്. ഈ പ്രദേശം എന്ന് പറയുന്നത് നമുക്കറിയാം ദീർഘകാലമായി സമാധാന അന്തരീക്ഷം നിലനിൽക്കുകയാണ്. ഏറെക്കാലം രക്തരൂഷിതമായിട്ടുള്ള സംഘർഷങ്ങൾ കൊണ്ട് മുഖരിതമായിരുന്ന പാനൂര് എല്ലാവരും ആയുധമൊക്കെ താഴെ വെച്ച് സമാധാന അന്തരീക്ഷം പുലരുകയും ജനങ്ങൾ സമാധാനപരമായി ജീവിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആ സമാധാന അന്തരീക്ഷത്തിന് ഭംഗമുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന CPM-ന്റെ ഗുണ്ടാ സംഘത്തെ ഈ നാട്ടുകാർ മുഴുവൻ തള്ളിപ്പറയേണ്ടതാണ്. ഇത്തരത്തിൽ നാട്ടിൽ ഇലക്ഷൻ നടക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും എന്തുകൊണ്ടാണ് CPM ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കളൊക്കെ ശേഖരിച്ച് RSS പ്രവർത്തകരെ ആക്രമിക്കാൻ പോകുന്നത്? അപ്പൊ വളരെ വ്യക്തമാണ്, കേരളത്തിൽ BJP കൈവരിക്കുന്ന മുന്നേറ്റത്തിൽ അവർ പരിഭ്രാന്തിയിലാണ്. കേരളത്തിലെ പല ലോക്സഭാ മണ്ഡലങ്ങളിലും BJP-യുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന സാഹചര്യം വന്നിരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ RSS പ്രവർത്തകർക്കെതിരെ ബോംബാക്രമണം നടത്തുകയും സംഘർഷത്തിന് പ്രേരിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്യുക, കേരളത്തിൽ ഒരു സംഘർഷാന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക, രാജ്യവ്യാപകമായി ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമമാണ്. CPM-ന്റെ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബോംബ് സ്ഫോടനം നടന്ന സ്ഥലത്ത് ആ പ്രദേശത്തുകാരല്ലാത്ത DYFI CPM പ്രവർത്തകർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാവുന്നത്. ഇപ്പൊ രക്ഷാപ്രവർത്തനത്തിന് പോയതാണെന്ന് ഗോവിന്ദൻ പറയുന്ന ഇതേ DYFI CPM പ്രവർത്തകരൊക്കെ എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് താമസിക്കുന്നവരാണ്. അപ്പൊ ഈ ബോംബ് സ്ഫോടനം നടന്ന ഇവിടെ എങ്ങനെയാണ് അവരവിടെ എത്തിയത്? അത് സൂചിപ്പിക്കുന്നത് ബോംബ് നിർമ്മിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അതിന് പാർട്ടിയുടെ സംരക്ഷണം ഉണ്ടായിരുന്നു. പാർട്ടി കേന്ദ്രത്തിലാണ് നടന്നിട്ടുള്ളത്. CPM-കാർക്ക് മാത്രം പ്രവേശനമുള്ള CPM-ന്റെ പാർട്ടി കേന്ദ്രത്തിൽ നടന്ന ഈ ബോംബ് സ്ഫോടനം അതീവ ഗുരുതരമായിട്ടുള്ള കേരളത്തിന്റെ സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി തന്നെയാണ്. അതിന് ഈ പ്രതികളില് നിരവധി പേർ ഒട്ടേറെ ക്രിമിനൽ കേസുകളിലൊക്കെ ഉൾപ്പെട്ട ആളുകളാണ്. ഇവർക്കെതിരെ കാപ്പ ചുമത്തേണ്ടതല്ലേ? അതിന് തയ്യാറാവുമോ പോലീസ്? അല്ല, തീർച്ചയായിട്ടും ഈ പ്രതികൾ എന്ന് പറയുന്ന ഈ CPM-ന്റെ ഗുണ്ടാ സംഘം, കൊട്ടേഷൻ സംഘം, ഇവർക്കെതിരായി നിയമത്തിന്റെ ശക്തമായ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നടപടിയെടുത്തേ മതിയാകൂ. പക്ഷേ നമുക്കറിയാം കാലങ്ങളായി CPM-ന്റെ ഈ കൊലയാളി സംഘത്തിന് ഇടതുപക്ഷ സർക്കാർ വേണ്ട സംരക്ഷണം കൊടുക്കുകയാണ്. പലപ്പോഴും ഇവർ കേസിൽപ്പെട്ടാൽ അവരെ മോചിപ്പിക്കാൻ വേണ്ടി സുപ്രീം കോടതി വരെ പോയി കോടികൾ ചെലവാക്കി, സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ ചെലവാക്കി വാദിക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടു. അപ്പോ ഇവർക്ക് വേണ്ട എല്ലാ സംരക്ഷണവും ഈ സർക്കാർ തന്നെ ഒരുക്കി കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് കേരള പോലീസിന് കാപ്പയടിക്കാൻ കഴിയുന്നത്? അപ്പോൾ സംരക്ഷകരായിട്ടിരിക്കുന്ന ആളുകൾ ആഭ്യന്തര വകുപ്പ് കൈകാണുന്ന സമയത്ത് പോലീസിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. എന്തായാലും പാനൂരിൽ RSS-ന്റെ പ്രവർത്തകരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആക്രമണം നടന്നതെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. റിമാൻഡ് റിപ്പോർട്ട് അത് പറയുന്നു. സമാധാനാന്തരീക്ഷം നിലനിൽക്കുന്ന കണ്ണൂരിൽ അത് തകർക്കാൻ വേണ്ടി CPM നടത്തുന്ന ആസൂത്രിതമായ പരിശ്രമം ഇന്നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. തീർച്ചയായിട്ടും CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ജനവിധി BJP-ക്ക് അനുകൂലമായി രേഖപ്പെടുത്താൻ കേരളത്തിലെ ജനങ്ങൾ, സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ തയ്യാറാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശരി, വളരെ